കുട്ടികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഒന്നാം പാദവാർഷിക പരീക്ഷ വരികയാണ് അല്ലേ, 4ാം ക്ലാസ്സിന്റെ. അപ്പോ പരീക്ഷ ഇപ്രാവശ്യം ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. മുമ്പത്തെ പോലെയല്ല, കുറച്ചും കൂടി നന്നായി പഠിച്ചാലാണ് നമുക്ക് ഉത്തരങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ? ഓണപരീക്ഷയുടെ നോക്കാം അല്ലെ. നമുക്ക് 5-6 പ്രവർത്തനങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ച് അതിന് ആൻസർ ചെയ്യാം. അപ്പൊ നമുക്ക് പരീക്ഷ എളുപ്പമാവില്ലേ? എളുപ്പമാവും. നമുക്ക് നോക്കല്ലേ. ഒന്നാമത്തെ പ്രവർത്തനം, താഴെ കൊടുത്തിരിക്കുന്ന കഥ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എന്താണ് കഥ? മൈതാനത്തിന്റെ അതിരിലുള്ള മരച്ചുവട്ടിൽ വീൽചെയറിൽ അമ്മു ഇരുന്നു. ഉച്ചഭാഷണിയിലൂടെ താളത്തിൽ ഒരു പാട്ടൊഴുകി വരുന്നു. മൈതാനത്തിന് നടുവിൽ പാട്ടിനൊത്ത് എല്ലാവരും നൃത്തം ചവിട്ടുകയാണ്. ഈ മരച്ചുവട്ടിൽ അവർ നൃത്തം ചവിട്ടിയിരുന്നെങ്കിൽ എനിക്കും കാണാമായിരുന്നു. നൃത്തം ചവിട്ടാൻ കഴിയില്ലെങ്കിലും എല്ലാവരുടെയും സന്തോഷത്തിൽ എനിക്കും കൂടാമായിരുന്നല്ലോ. ആ സമയം എവിടെ നിന്നാണെന്നറിയില്ല, വലിയ ഒരു ചിത്രശലഭം മൈതാനത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. പല നിറങ്ങളിൽ, പല ആകൃതികളിൽ മനോഹരമായ ചിത്രങ്ങളുള്ള വലിയ ചിറകുകൾ. അത് മെല്ലെ ചലിപ്പിച്ച് മനോഹരിയായ ചിത്രശലഭം വട്ടമിട്ട് പറക്കുകയാണ്. എല്ലാവരുടെയും കണ്ണുകൾ ചിത്രശലഭത്തിലേക്ക്. പാട്ടിന്റെ താളത്തിനൊത്ത് ചിറകുകൾ ചലിപ്പിക്കുന്ന ചിത്രശലഭം എല്ലാവർക്കും കൗതുകമായി. പിന്നീട് ചിത്രശലഭത്തിനൊപ്പമായി അവരുടെ നൃത്തവും. ചിത്രശലഭം മെല്ലെ മൈതാനത്തിലേക്ക് താളമിട്ട് പതർന്നു. പിന്നാലെ ചുവടുവെച്ച് എല്ലാവരും ചിത്രശലഭം അമ്മുവിന് ചുറ്റും വട്ടമിട്ട് പറക്കുകയായി. ആർപ്പ് വിളിച്ച് എല്ലാവരും അമ്മുവിന് ചുറ്റും നൃത്തം ചെയ്തു. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, മൈതാനത്തിനരികെ വീൽ ചെയറിൽ ഇരുന്ന് അമ്മു എന്താണ് ചിന്തിച്ചത്? അല്ലേ? ഈ മരച്ചുവട്ടിൽ അവർ നൃത്തം ചവിട്ടിയിരുന്നെങ്കിൽ എനിക്കും കാണാമായിരുന്നു. നൃത്തം ചവിട്ടാൻ കഴിയില്ലെങ്കിലും എല്ലാവരുടെയും സന്തോഷത്തിൽ എനിക്കും കൂടാമായിരുന്നല്ലോ എന്നാണ് അമ്മു ചിന്തിച്ചത് അല്ലേ. രണ്ടാമത്തെ, എല്ലാവർക്കും കൗതുകമായി. എല്ലാവരുടെയും കണ്ണ് ചിത്രശലഭത്തിലേക്ക്. നൃത്തം ചവിട്ടുന്നവരുടെ കൗതുകത്തിന് കാരണം എന്താണ്? അതിന്റെ ഭംഗിയായിരിക്കുമല്ലേ. പാട്ടിന്റെ താളത്തിനൊത്ത് ചിത്രശലഭം ചിറകുകൾ ചലിച്ചപ്പോഴാണ് നൃത്തം ചവിട്ടുന്നവർക്ക് കൗതുകം ഉണ്ടായത്. അങ്ങനെയാണ് നമ്മൾ അതിനുത്തരം കൊടുക്കേണ്ടത് അല്ലെ. ഇനി മൂന്നാമത്തെ ചോദ്യം, കഥക്കനുസരിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ ക്രമത്തിലാക്കുക അല്ലെ. ഇവിടെ ചിത്രശലഭം മൈതാനത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. ആദ്യം ഇതാണോ വേണ്ടത്? മൈതാനത്തിന്റെ അതിരിലുള്ള മരച്ചുവട്ടിൽ വീൽ ചെയറിൽ അമ്മു ഇരുന്നു. ചിത്രശലഭം മെല്ലെ മൈതാനത്തിന്റെ അതിരിലേക്ക് പറന്നു. ചിത്രശലഭം അമ്മുവിനെ വട്ടമിട്ട് പറന്നു. ഇതിൽ ഏതാണ് ആദ്യം നടന്നത്? ഏതാ? ഈ ഓർഡറിൽ മൈതാനത്തിന്റെ അതിരിലുള്ള മരച്ചുവട്ടിൽ വീൽ ചെയറിൽ അമ്മു ഇരുന്നു. ചിത്രശലഭം മൈതാനത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ രണ്ടാമത്തെ. പിന്നെ ചിത്രശലഭം മെല്ലെ മൈതാനത്തിന്റെ അതിരിലേക്ക് പറന്നു. ചിത്രശലഭം അമ്മുവിനെ വട്ടമിട്ട് പറന്നു. ഈ ഓർഡറിലാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ആദ്യം ഇത് വരും, പിന്നെ എന്താണ്, ചിത്രശലഭം വന്നു, പിന്നെ ചിത്രശലഭം അതിരിലേക്ക് പറന്നു, പിന്നെ അമ്മുവിനെ വട്ടമിട്ട് പറന്നു. അങ്ങനെ വരും. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇതിൽ 4 കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം ശരിയുള്ളൂ. അമ്മു മൈതാനത്തിന് നടുക്ക് എല്ലാവരുടെയും ഒപ്പം നൃത്തം ചെയ്തു. ശരിയാണോ? ചിത്രശലഭം പറക്കാതെ മരച്ചുവട്ടിലിരുന്നു. ശരിയാണോ? എല്ലാവരും ആർപ്പ് വിളിച്ച് അമ്മുവിന് ചുറ്റും നൃത്തം ചെയ്തു. ശരിയാണോ? അത് ശരിയാണെന്ന് തോന്നുന്നു അല്ലെ. അമ്മുവിന്റെ പാട്ട് കേട്ട് എല്ലാവരും നൃത്തം ചെയ്തു. സി അല്ലേ ശരി അല്ലെ. എല്ലാവരും ആർപ്പ് വിളിച്ച് അമ്മുവിന് ചുറ്റും നൃത്തം ചെയ്തു എന്നുള്ളതാണ് ശരി. ഇനി പ്രവർത്തനം 2, മൈതാനത്ത് നടന്ന കാര്യങ്ങൾ വിവരിച്ച് അമ്മു തന്റെ കൂട്ടുകാരൻ എഴുതിയ കത്തിന്റെ ഉള്ളടക്കം എന്താകാം? അമ്മു എന്താ എഴുതിയിട്ടുണ്ടാവുക കത്തില്? എന്റെ ചുറ്റും എല്ലാവരും നൃത്തം ചെയ്തു എന്നല്ലേ. കൂട്ടുകാരുടെ പേരൊക്കെ വെച്ച് ഇവിടെ മിക്കി എന്നൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. നിനക്ക് സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഇവിടെ രസകരമായ ഒരു സംഭവം ഉണ്ടായി. മൈതാനത്ത് ഒരു പരിപാടി നടക്കുകയായിരുന്നു. ഞാൻ അത് കാണാനായി വീൽ ചെയറിൽ മരച്ചുവട്ടിലെത്തി. അവിടെ നിന്നാൽ നന്നായി കാണാം. ഉച്ചഭാഷിണിയിലൂടെ പാട്ട് ഒഴുകി വരുന്നു. മൈതാനത്തുള്ളവരെല്ലാം പാട്ടിനൊത്ത് നൃത്തം വെക്കുന്നു. അവർ ഇവിടെ നിന്ന് നൃത്തം ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. പെട്ടെന്ന് എവിടെ നിന്നോ മനോഹരമായ ഒരു ചിത്രശലഭം മൈതാനത്തിന് മുകളിൽ വട്ടമിട്ട് പറന്നു. പല നിറങ്ങളുണ്ട് അതിന്റെ ചിറകിന്. അവരുടെ പാട്ടിനൊത്ത് ചിത്രശലഭവും നൃത്തം വെച്ചു. അത് പതിയെ പറന്ന് എന്റെ അരികിലേക്ക് വന്നു. എനിക്ക് ചുറ്റും പറന്നു. അപ്പോൾ നൃത്തം ചെയ്യുന്നവരും എന്റെ അരികിലേക്ക് എത്തി. എല്ലാവരും എനിക്ക് ചുറ്റും നൃത്തം വെച്ചപ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞുപോയി.
ഈ സംഭവം നിന്നെ അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് കത്തെഴുതിയത്. നിന്റെ വിശേഷങ്ങൾ അറിയിച്ച് എഴുതണേ. സ്നേഹപൂർവം അമ്മു. അങ്ങനെ നമുക്ക് കത്തുണ്ടാക്കാം. ഇനി അടുത്ത പ്രവർത്തനം എന്താണ്? പ്രവർത്തനം 3. ഉച്ചനേരത്തങ്ങ് ഉച്ചിയിലെത്തിയ ഉഗ്രനാം സൂര്യന്റെ ചൂടേറ്റു ഞാൻ. ഇതൊരു കവിത അല്ലെ? ചെറുവെള്ളത്തുള്ളിയായി മെല്ലെ ഉയർന്നു ഞാൻ ചെമ്മേ, എനിക്കിപ്പോൾ രൂപമില്ല. നീരാവിയായി ഞാൻ അങ്ങനെ മേലോട്ട് നീളെ ഉയർന്നങ്ങു യാത്രയായി. ആകാശമാകെ വിടർന്നു നിൽക്കുന്ന നീലക്കുടുക്കയ്ക്കുള്ളിൽ ഞാൻ കുരുങ്ങി. ആഹാ, പെരുംകുടുക്കയ്ക്കുള്ളിൽ എനിക്കുണ്ട് 1000 തുള്ളികൾ കൂട്ടരായി. തെക്കുനിന്നെപ്പോഴോ പാറിപ്പറന്നൊരു തെക്കൻ കാറ്റു നേരെ മാഞ്ഞു വീശി. ആകെ കുളിരുന്നു മെല്ലെ കൊഴിയുന്ന പുതുമഴയായി ഞാൻ പാരിലേക്ക്. കവിത വായിച്ചില്ലേ? വെള്ളത്തുള്ളിയുടെ യാത്രാനുഭവം സ്വന്തം വാക്യത്തിൽ എഴുതാം. വെള്ളത്തുള്ളിയുടെ അനുഭവം, ഒരു യാത്രയുടെ അനുഭവമാണ് ഈ കവിതയിൽ അല്ലെ? അത് സ്വന്തം വാക്യത്തിൽ എഴുതാം. എങ്ങനെ എഴുതാം? വെള്ളത്തുള്ളിയുടെ യാത്രാനുഭവം. ഉച്ചനേരമായി. സൂര്യൻ ആകാശത്ത് കത്തിജ്വലിച്ചു നിൽക്കുന്നു. സൂര്യന്റെ ചൂടേറ്റ് ഒരു ചെറിയ വെള്ളത്തുള്ളിയായി ഞാൻ മേൽപോട്ട് ഉയർന്നു. നീരാവിയായി ഉയർന്നു പൊങ്ങിയ എനിക്ക് അപ്പോൾ മേലോട്ട്, ഇത് ചെറിയ രശു വന്നാട്ടെ, മേലോട്ട് ഉയർന്നു പൊങ്ങിയ എന്നാണ്. എന്നിട്ട് പ്രത്യേകിച്ച് ഒരു രൂപവുമില്ലായിരുന്നു. മേലോട്ട് ഉയർന്നു പൊങ്ങിയ എനിക്ക് അപ്പോൾ പ്രത്യേകിച്ച് ഒരു രൂപവുമില്ലായിരുന്നു. ഉയർന്ന് ഞാൻ പൊങ്ങി വിശാലമായ നീലാകാശത്തെത്തി. ആ നീലക്കുടുക്കുള്ളിൽ എന്നെപ്പോലെ 1000 തുള്ളികളെ ഞാൻ കണ്ടു. അവരെല്ലാവരുമായി ഞാൻ പെട്ടെന്ന് കൂട്ടുകൂടി. അപ്പോഴതാ തെക്കു നിന്നൊരു കാറ്റ് വീശി. നല്ല ശക്തിയുള്ള കാറ്റ്. ആകെ തണുത്ത് വിറച്ച് ഞങ്ങൾ. പിന്നെ അവിടെ കൂടെ നിൽക്കാൻ കഴിയുന്നില്ല. പുതുമഴയായി വേഗം താഴേക്ക് ഭൂമിയിലേക്ക് പൊഴിഞ്ഞു വീണു. മഴ പെയ്തതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? അടുത്തത് പ്രവർത്തനം 4. കുറിപ്പ് തയ്യാറാക്കുക. കൂട്ടുകാരോടൊത്ത് അത്രയും സ്കൂളിലേക്ക് നടക്കുകയാണ്. ബെല്ലടിക്കാൻ ഇനി 5 മിനിറ്റേ ഉള്ളൂ. നടപ്പിന് വേഗം മുട്ടി. പെട്ടെന്നാണ് ഒരു ബൈക്ക് റോഡ് മുറിച്ച് കിടക്കുകയായിരുന്നു. കുറിഞ്ഞിപ്പൂച്ചയെ തട്ടിയത്. പാവം കുറിഞ്ഞിപ്പൂച്ച. പാതവക്കത്തേക്ക് അവൾ തെറിച്ചു വീണു. ഒരു നിമിഷം മാത്രയും അവിടെ നിന്നു. കൂട്ടുകാരെല്ലാവരും മുന്നോട്ട് നീങ്ങി. താമസിച്ചെത്തിയാൽ ഗീത ടീച്ചറിന്റെ മുഖം പാടും. കുറിഞ്ഞിപ്പൂച്ചയെ രക്ഷിക്കാൻ നിന്നാൽ സ്കൂളിലെത്താൻ വൈകുമെന്നുറപ്പ്. ആത്രയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ഈ അവസരത്തിൽ എന്താവും ചെയ്യുക? അമ്മു എഴുതിയത്. അപ്പൊ നിങ്ങൾ എഴുതിയത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ പേരെഴുതി അല്ലെ? ഞാൻ വേഗം കുറിഞ്ഞിപ്പൂച്ച എടുത്ത് വീട്ടിലേക്ക് ഓടും. അമ്മയുടെ അടുത്തെത്തിക്കും. അമ്മയും ഞാനും ചേർന്ന് അതിന് വെള്ളം കൊടുക്കും. മുറിവിൽ മരുന്ന് വെച്ച് കിട്ടും. തുണിയിൽ പൊതിഞ്ഞ് അതിന് ചൂട് നൽകും. എന്നിട്ട് അമ്മയെയും കൂട്ടി ഞാൻ സ്കൂളിലേക്ക് എത്തി ടീച്ചറോട് വിവരങ്ങളെല്ലാം പറയും. അങ്ങനെയാണ് ചെയ്യാം. എന്തുവേണം ചെയ്യാം അല്ലെ? 5 വിവരണം തയ്യാറാക്കാൻ. ചിത്രം നിരീക്ഷിച്ചല്ലോ. ഇതുണ്ടോ ചിത്രം അല്ലെ? ചിത്രം ഇപ്രകാരം ചെയ്യുന്നത് നമ്മുടെ നാടിന് നല്ലതാണോ? ചിത്രത്തെ ആസ്പദമാക്കി ഒരു വിവരണം തയ്യാറാക്കും. മരങ്ങൾ വെട്ടിമുറിക്കും. നല്ലതാണോ നമ്മുടെ നാടിന് അല്ലെ? എന്ത് ചെയ്താം? യന്ത്രവാളുകൾ ഉപയോഗിച്ച് നിഷ്കരണം മരങ്ങൾ വെട്ടിമുറിക്കുന്നവർ, JCB കൊണ്ട് മലയിടിച്ച് താഴ്ത്തുന്നവർ, മുറിച്ചിട്ട ധാരാളം മരങ്ങൾ, വിവേചന ബുദ്ധിയില്ലാതായി തീർന്ന മനുഷ്യരുടെ നശീകരണ പ്രവർത്തനങ്ങളുടെ ചിത്രമാണ് ഇവിടെ നാം കാണുന്നത്. മരങ്ങൾ അന്യർക്കായി മാത്രം ജീവിക്കുന്നവരാണ്. അവർ ചുട്ടുപൊള്ളിക്കുന്ന സൂര്യതാപത്തിൽ നിന്നും ഘോരമായ മഴയിൽ നിന്നും മരവിപ്പിക്കുന്ന തണുപ്പിൽ നിന്നൊക്കെ നമ്മെ രക്ഷിക്കുന്നവരാണ്. തങ്ങളെ ആശ്രയിക്കുന്ന എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നവരാണ്. തങ്ങളുടെ ഇലകളും മഴക്കളും പഴങ്ങളും ഒക്കെ നൽകി മനുഷ്യരുടെയും മറ്റു ജീവികളുടെയും ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നവരാണ്. മരങ്ങൾ മുറിക്കുന്നതും കുന്നിടിക്കുന്നതും മൂലം ഉണ്ടായിട്ടുള്ള കഷ്ടതകൾ ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെ ഭീകരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. കടുത്ത ചൂടും മിന്നലും പ്രളയവും ഉരുൾപൊട്ടലും കാലാവസ്ഥ മാറ്റവും ഒക്കെ അതിന്റെ ലക്ഷണങ്ങളാണ്. ഇത് നമ്മുടെ നാടിന് ഒരിക്കലും നല്ലതല്ല. നമ്മുടെ ജീവിതവും വരും തലമുറയുടെ ജീവിതവും മനുഷ്യന്റെ വിവേചനരഹിതമായ ഈ പ്രവൃത്തികൾ മൂലം നരകാസമാനമായി തീരുമെന്നുറപ്പാണ്. അല്ലേ? ആ പ്രവർത്തനം നല്ലതല്ല എന്ന രീതിയിലുള്ള അതാണ് എഴുതേണ്ടത് നമ്മൾ. ഓക്കെ. ഇനി പ്രവർത്തനം 6 കവിത പൂർത്തിയാക്കുക. അന്തിമാനത്ത് കൂട്ടുകൂടണ കർക്കിട മഴയെ പോയടി, ചിണുചിണയെന്ന് കുണുങ്ങിയെത്തണ ചിങ്ങമഴയും വന്നടി, തൊടികൾ തോറും പാറിയ എത്തണ ആരോണത്തുമ്പികൾ വന്നടി, ഓണമായി ഇനി ഒരുമയോടെ നാം പൂക്കളൊരുക്കണം, വേലിക്കകത്ത് തുമ്പ നീട്ടണ തുമ്പ പൂത്തത് കണ്ടുപോ, ചെഞ്ചുവപ്പോടെ ചെമ്പരുത്തിയും പൂത്തു നിൽക്കണ കണ്ടുപോ. ബാക്കി നമ്മൾക്ക് പൂർത്തിയാക്കാം. എങ്ങനെ പൂർത്തിയാക്കാം? നമ്മൾ പാഠഭാഗത്ത് പഠിച്ചാണല്ലേ? അത് സ്വന്തമായിട്ട് മക്കള് തയ്യാറാക്കാണ് വേണ്ടത്. കവിത നിങ്ങളുടെ ഇഷ്ടത്തിന് തയ്യാറാക്കാണ് വേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ഉത്തരങ്ങളും. അപ്പൊ മക്കള് നല്ല
നന്നായി പഠിച്ച് പോയി പരീക്ഷ എഴുതണം കേട്ടോ. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു.